എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതുതായിട്ട് ഹുണ്ടായി ഇറക്കിയ ഹുണ്ടായി വെന്യൂ ആണ്. HS10 എന്ന് പറഞ്ഞ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു വാഹനം. ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഇറക്കിയ ഒരു വാഹനം കൂടിയാണ് ഹുണ്ടായിൻ്റെ പുതിയ വെന്യൂ. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ ഓൺ റോഡ് പ്രൈസൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അടിമുടി മാറ്റങ്ങളായിട്ടാണ് പുതിയ വെന്യൂ വന്നിട്ടുള്ളത്. അത് മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. വീൽ ബേസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ലുക്ക് ഒരു സ്പോർട്ടി ലുക്കായിട്ടുണ്ട്. ഫ്രണ്ട് ലൈറ്റൊക്കെ DRL LED ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റ് വരുന്ന HS10 എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻറ്റ് കൂടിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ നമ്മൾ നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെന്യൂ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൂടി ക്വാർട്ടർ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ റെയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ വെന്യൂ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഉണ്ട്. റെയർ സൈഡ് ലൈറ്റൊക്കെ വരുന്ന കണക്റ്റഡ് LED ലൈറ്റുകളാണ് വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റൊക്കെ കാണുമ്പം അത് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു ലൈറ്റ്. ഈ ഒരു വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട 18 ഇഞ്ച് അലോയ് വീലാണ്. അത് അധിക വാഹനത്തിനും വരാത്ത രീതിയിലുള്ളൊരു അലോയിയാണ് ഇതിന് വരുന്നത്. അത് നമുക്ക് യാത്രാ സുഖം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പ്രീമിയം ഇൻറ്റീരിയർ ലുക്കാണ് വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. സീറ്റുകളൊക്കെ വെൻറ്റിലേഷൻ സീറ്റുകളാണ് വരുന്നത്. അതുപോലെ മെമ്മറി ഫങ്ഷൻ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. മെമ്മറി ഫങ്ഷൻ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വണ്ടി പലരും മാറി ഓടിക്കുമ്പം നമുക്ക് കംഫർട്ടായ സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ സെറ്റ് ചെയ്ത പൊസിഷൻ തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. റെയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണെന്നുള്ളത്. റെയർ സൈഡ് AC വെൻറ്റുകൾ വരുന്നുണ്ട്. ലക്ഷറി ആയിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് റെയർ സൈഡിൽ നമുക്ക് ഇരിക്കുമ്പോൾ. ഈ ഒരു വേരിയൻറ്റിന് 10.3 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. വെന്യൂവിൽ എടുത്തു പറയേണ്ട കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. അത് 1.2 വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷനുകളും വേരിയൻറ്റുകളും ഈ ഒരു വെന്യൂവിൽ പുതുതായിട്ട് ഹുണ്ടായി അവതരിപ്പിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായ ADAS ലെവൽ 2 ഫീച്ചേഴ്സ് കൂടി ഈ ഒരു വെന്യൂവിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിന് മൈലേജ് പറയുന്നത് 21-22 ആണ് ഡീസലിന് മൈലേജ് പറയുന്നത്. അതുപോലെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 19,40,000 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് ഓഫർ അനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ 9.5 ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് വെന്യൂ ലഭിക്കുന്നതാണ്. ബേസ് വേരിയൻറ്റ് 9.5 ലക്ഷം മുതൽ അത്യാവശ്യം ഫീച്ചേഴ്സുകളുള്ള വെന്യൂ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു വേരിയൻറ്റിൽ എല്ലാ ഫീച്ചേഴ്സുകളും തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല. അതുപോലെ സൺറൂഫ് വരുന്നുണ്ട്. ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ്. ഡീസലിന് വെന്യൂവിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണിത്. ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയൻറ്റുകൾ വെന്യൂവിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വെന്യൂ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെന്യൂവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഹുണ്ടായി വാഹനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് അധികമായിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും.